ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ പതിവ് പോലെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. Morning Priya and morning viewers. US വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് സെഷനിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നാസ്ഡാക്ക് 0.36% ഒരു നഷ്ടം രേഖപ്പെടുത്തി. ഡൗ ജോൺസ് 0.16% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. S&P 500 ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. എങ്കിൽ പോലും S&P 500 ഒക്കെ തന്നെ വളരെ വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് സെഷനുകളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും അവസാന നിമിഷങ്ങളിൽ ഒരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന പ്രവണതയാണ് കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ബുധനാഴ്ച ഇനിയിപ്പോൾ MPC യോഗം വരാനിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് US വിപണിയിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? So Dow Jones Index and Nasdaq in the trend bullish ആയി തന്നെ തുടരുന്നു. And in fact കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിക്കുമ്പോൾ Dow Jones Index ഒരു റെക്കോർഡ് ഹൈലായിരുന്നു ട്രേഡിംഗ് അവസാനിച്ചത്. സോ ഈ ആഴ്ച നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 38,300 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 300 മുതൽ 400 പോയിന്റിന്റെ നേട്ടം ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മെയിൻ ലെവൽ വിൽ ബി 37,700. നാസ്ഡാക്ക് 100 ഇൻഡെക്സിലോട്ട് വരുമ്പോഴേക്കും അഗെയിൻ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയുണ്ടായി. ഈ ആഴ്ച നമ്മൾ ആ ബുള്ളിഷ് ട്രിഗറിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 17,600, സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 17,200 പോയിന്റും ആയിരിക്കണം. ഒപ്പം തന്നെ ക്രൂഡ് കോമഡിറ്റി വിപണിയിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ക്രൂഡ് 1% ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഉയരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ക്രൂഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ആഴ്ച പ്രധാനമായിട്ടും ഒപെക് യോഗം വരാനിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാരലിന് $82 എന്ന ഒരു ലെവൽ മറികടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ക്രൂഡ് വില ഉയരുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ആഴ്ച ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫെഡിനായും ക്രൂഡിനെ സംബന്ധിച്ച് വളരെയധികം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ക്രൂഡിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, ഞാൻ ഇതേ ഫോറത്തിലെ ക്രൂഡിനെ കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് പറയുകയുണ്ടായി ദാറ്റ് ക്രൂഡിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കൺഫേം ആയി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന് $76 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി വഴിമാറിക്കഴിഞ്ഞു. ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് വിൽ ബി $80. ആൻഡ് നമ്മൾ ക്രൂഡിന്റെ കേസിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് കറന്റ് ലെവൽസിൽ നിന്നും ചുരുങ്ങിയത് ഒരു $4 മുതൽ $6 നേട്ടം നമുക്ക് നൽകും. ഗോൾഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഒരു ഇടിവ് ഗോൾഡിൽ നമുക്ക് പ്രകടമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബോണ്ട് ഈൽഡൊക്കെ തന്നെ വർദ്ധിക്കുന്നതും ഒപ്പം തന്നെ ഡോളർ കരുത്താർജിക്കുന്നതും ഒക്കെ സ്വർണത്തിനെ സംബന്ധിച്ചൊരു റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് 0.4% ഒരു മുന്നേറ്റം ഗോൾഡ് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2026 $0.33 ഔൺസിന് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ സ്വർണത്തിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച $240 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടെ ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബെയറിഷ്. സോ സ്വർണത്തിന്റെ കേസിൽ അറ്റ് ദിസ് മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണുന്നില്ല അൺലെസ് സ്വർണത്തിന് ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ വീണ്ടും $240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ സെഷനിൽ ആഭ്യന്തര വിപണി ഒരു നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ചും നിഫ്റ്റി 101 പോയിന്റിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 21,352 എന്ന റേഞ്ചിലായിരുന്നു നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാനമായിട്ടും ആഭ്യന്തര തലത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു വീക്ക് ബജറ്റ് തന്നെയായിരിക്കും നിക്ഷേപകർ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ബജറ്റിലെ തീരുമാനങ്ങളും ഒപ്പം തന്നെ മറ്റു പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അതാത് സെക്ടറുകളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കൊക്കെ തന്നെ വളരെയധികം നിർണായകമാണ്. ഒപ്പം തന്നെ ഓട്ടോ സെയിൽസ്, ഇനിയിപ്പോൾ ഫെബ്രുവരി 1 ഓട്ടോ സെയിൽസ് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ഡാറ്റകളൊക്കെ തന്നെ ഈ വീക്കിൽ വരാനിരിക്കുന്നുണ്ട്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? ഈ ഒരു ബജറ്റ് വരാനിരിക്കെ എത്രത്തോളം ഒരു വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? പ്രിയ, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ബഡ്ജറ്റ് ഒരു വിധത്തിലും നിഫ്റ്റി 50 അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് വിൽ ബി വാട്ട് ഇസ് കോൾഡ് ഇന്ററിം ബഡ്ജറ്റ്. അപ്പോ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് ബഡ്ജറ്റ് അല്ല. ഈ ഒരു ബഡ്ജറ്റ് എന്തിനു വേണ്ടി അവതരിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സർക്കാർ ഇലക്ഷന് ശേഷം അധികാരം ഏറ്റെടുക്കുന്ന സമയം വരെ ഗവൺമെന്റിന്റെ ചെലവ് ഒരു ബുദ്ധിമുട്ടുമില്ല നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ബഡ്ജറ്റ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു കാര്യമായിട്ട് പോളിസി ഡിസിഷൻസും പ്രതീക്ഷിക്കേണ്ട. എനിക്ക് ഒരു വിധത്തിലും ഈ ഒരു ബഡ്ജറ്റ് മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം തന്നെ ഫെഡിന്റെ മീറ്റിംഗ് യോഗം കൂടുമ്പോൾ ഫെഡിന്റെ തീരുമാനങ്ങൾ എന്തായിരിക്കുമെന്നും, അതുപോലെ തന്നെ ഫെബ്രുവരി ആദ്യത്തെ മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗവും കൂടുന്നുണ്ട്. ഈ രണ്ട് മീറ്റിംഗ്സ് ആയിരിക്കും ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് ഇവന്റ്സ്. ഒപ്പം തന്നെ നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് സർ? നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ഒരു അല്പം ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ സപ്പോർട്ട് നൽകാൻ പോകുന്ന ലെവൽ 21,000 പോയിന്റ് ആയിരിക്കും. 21,000 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ഡെഫിനറ്റ്ലി വിൽ ടേൺ ബെയറിഷ്. മാർക്കറ്റിൽ തിരിച്ചൊരു ശക്തമായ ഒരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ നിഫ്റ്റി 50 21,800 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു ഇടിവിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വിപണി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 217 പോയിന്റോളം ഒരു നഷ്ടമാണ് നിഫ്റ്റി ബാങ്ക് രേഖപ്പെടുത്തിയിരുന്നത്. അവസാന നിമിഷങ്ങളിൽ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിൽ നമുക്കൊരു പോസിബിലിറ്റി ഒരു പ്രകടനം കണ്ടിട്ടുണ്ടായിരുന്നു. 44,866 എന്ന റേഞ്ചിലായിരുന്നു നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? Unfortunately, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഒരു എളുപ്പത്തിന് റിക്കവറി നടത്താൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലെ മേജർ റെസിസ്റ്റൻസ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് 46,800 പോയിന്റ്. ആൻഡ് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. മേജർ സപ്പോർട്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് 43,200. സോ എസ്പെഷ്യലി നമ്മൾ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. അതേസമയം നമ്മൾ PSU നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും PSU നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ സപ്പോർട്ടായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 5,650 പോയിന്റ് ആയിരിക്കണം. 5,650 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡും ബെയറിഷായി മാറും. യെസ്, ഒപ്പം തന്നെ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ധാരാളം കമ്പനികൾ റിസൾട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ മേജറായിട്ടും നിഫ്റ്റി 50യിൽ പ്രധാന ഹെവി വെയ്റ്റ്സിൽ ബജാജ് ഫിനാൻസ്, ITC ഒക്കെ തന്നെ റിസൾട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ബജാജ് ഫിനാൻസിന്റെ ഒരു കേസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത്, ഓൾമോസ്റ്റ് ഒരു 25% വർധനവ് ബജാജ് ഫിനാൻസിന്റെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3,716 കോടി രൂപ ഇത്തവണ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയേക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അവരുടെ വരുമാനത്തിലും ഒരു വർധനവ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ NBFCകളെയൊക്കെ സംബന്ധിച്ച ഒരു
ഒരു വെല്ലുവിളിയായിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നത് RBI റിസ്ക് വെയിറ്റേജ് ഒക്കെ കൂട്ടിയത് ഇത്തരം NBFCകളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് നവംബർ മാസത്തിൽ കമ്പനിയുടെ ഇകോം, ഇൻസ്റ്റ EMI കാർഡ് എന്നീ ആപ്പുകളിലൊക്കെ തന്നെ ഒരു ലെൻഡിങ് കൊടുക്കുന്നത് RBI ഒരു വിലക്ക് ഏർപ്പെടുത്തിയതും കമ്പനിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മുന്നോട്ടേക്ക് ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ എത്തരത്തിലുള്ളൊരു റിസൾട്ടാണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നത്? ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് കൈവശമുള്ള നിക്ഷേപകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഞാൻ ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് NBFCസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് എങ്കിൽ പോലും നമ്മൾ എസ്പെഷ്യലി ബജാജ് ഫിനാൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ജൂൺ മാസം, അതായത് ജൂൺ 2023 മുതൽ ഈ ജനുവരി മാസം വരെ ബജാജ് ഫിനാൻസിന്റെ ഒരു ലോങ് ടേം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സൈഡ് വേസ് പാറ്റേൺ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബജാജ് ഫിനാൻസിന്റെ കേസിൽ 8,200 രൂപ ഇസ് എ വെരി മേജർ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടായിട്ട് 6,700 രൂപയാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ വരും സെഷൻസിൽ ബജാജ് ഫിനാൻസ് 7,500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അറ്റ് ദിസ് മൊമെന്റ് ബജാജ് ഫിനാൻസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ITC FMCG സെക്ടറിൽ നിന്നും ITC റിസൾട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മരീക്കോയുടെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. ITCയെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 3% ഒരു വർധനമാണ് ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഒരു വർധനം ഉണ്ടാകുക എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 5,183 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താനായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും FMCG സെക്ടേഴ്സിൽ, FMCG ഭീമന്മാരെ സംബന്ധിച്ച് റൂറൽ ഡിമാൻഡിൽ ഒരു കുറവ് വന്നത് ഈ കമ്പനികളൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും മറ്റുള്ള FMCG കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ITCക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. മരീക്കോയുടെ കേസ് വരുന്ന സമയത്തും അവരുടെ ഹെയർ ഓയിൽ ഒപ്പം തന്നെ എഡിബിൾ ഓയിൽ എന്നീ സെഗ്മെന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ സബ്ഡ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ആയിരുന്നു ഈ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് റവന്യൂവിലാണെങ്കിലും നെറ്റ് പ്രോഫിറ്റിലാണെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ITC ഒപ്പം തന്നെ മരീക്കോയിലുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഒപ്പം തന്നെ നമ്മൾ ITCയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അൺഫോർച്ചുനേറ്റ്ലി ITCയുടെ കേസിലും മാരിക്കോയുടെ കേസിലും ഒക്കെ നമുക്ക് അല്പം വീക്ക്നെസ് ആ കാണാൻ സാധിക്കുന്നത്. സോ ITCയുടെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 440 രൂപയായിരിക്കും. 440ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ITCയിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ITCയിൽ തിരിച്ചൊരു ഷാർപ്പ് റിക്കവറി നമ്മൾ കാണാൻ സാധിക്കണമെങ്കിൽ 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതെനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ITCയുടെ കേസിലും പുതിയ ലോങ് പൊസിഷൻ അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി, അൺലെസ് 480ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. മാരിക്കോയുടെ കേസ് ഇസ് എ ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട് ബിക്കോസ് മാരിക്കോയുടെ കേസിൽ കുറെ കൂടെ വീക്ക്നെസ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മാരിക്കോയുടെ കേസിൽ അറൌണ്ട് 515 റുപ്പീസ് നല്ലൊരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ 515 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ മാരിക്കോയുടെ കേസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. മാരിക്കോയുടെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ മാരിക്കോ ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 560 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.